മാരാരി ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കുടുംബശ്രീ ഫുഡ് കോർട്ടിന്റെ ഉദ്ഘാടനം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. മാരാരി ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കുടുംബശ്രീ ഫുഡ് കോർട്ടിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. എല്ലാവരും ഒരു പുതിയ വർഷത്തെ വരവേൽക്കാൻ വേണ്ടി മനോഹരമായ പരിപാടികളുമായി ഈ തീരത്ത് എല്ലാവരും ഒത്തുകൂടുമ്പോൾ അത് വലിയ ആഘോഷമായി മാറും. ആഘോഷങ്ങൾ അങ്ങേയറ്റം നന്നായി മുമ്പോട്ടേക്ക് പോകട്ടെ. നിങ്ങളെല്ലാം ഹൃദയം കൊണ്ടുള്ള ഒരു പിന്തുണയും പിൻബലവുമാണ് പരിപാടി വിജയിപ്പിക്കുന്നത്. കുടുംബശ്രീ മനോഹരമായ ഒരു ഭക്ഷ്യമേള, ഒരു ഫുഡ് കോർട്ട് ഇതിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. നാടൻ വിഭവങ്ങൾ, നല്ല വിഭവങ്ങൾ നമുക്ക് ഈ തീരത്ത് ആസ്വദിച്ചിരുന്ന് പരിപാടികൾക്കൊപ്പം കഴിക്കാൻ കൂടി കഴിയുന്ന തരത്തിൽ വരുന്നു. അതെല്ലാം സന്തോഷകരമായ കാര്യമാണ്. കുടുംബശ്രീ പ്രവർത്തകരെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുക കൂടി ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിൽ ആലപ്പുഴ MLA PP ചിത്രരഞ്ജൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ DMC രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം R റിയാസ്, മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സരള, വൈസ് പ്രസിഡന്റ് രമ്യ സുനിൽ തുടങ്ങിയ ജനപ്രതിനിധികൾ പങ്കെടുത്തു. കുടുംബശ്രീ വനിതകളുടെ സംരംഭശേഷി വർദ്ധിപ്പിക്കുന്നതിനും നാട്ടറിവും നാടൻ വിഭവങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ഫുഡ് കോർട്ട് ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയത്. ഡിസംബർ 27 മുതൽ 2026 ജനുവരി 2 വരെയാണ് ബീച്ച് ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. ഏറെ സന്തോഷത്തോടുകൂടി ഈ 2026 നമ്മുടെ മാരാരി ഫെസ്റ്റിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം വളരെ ലളിതമായ ഈ ചടങ്ങിൽ വെച്ച് നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ഈ ജില്ലയുടെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സഹായം ഏത് കാര്യത്തിനും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ നമ്മുടെ ബഹുമാനനായിട്ടുള്ള കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി യുനെസ്കോയുടെ ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ള ഏറ്റവും വൃത്തിയുള്ള ബീച്ചിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ളതാണ് മാരാരി ബീച്ച്. ഇവിടത്തേക്ക് ടൂറിസ്റ്റുകൾ വരുന്നത് ഇതെല്ലാം കൊണ്ടാണ്. ടൂറിസ്റ്റുകളും മറ്റ് തദ്ദേശീയരായ ടൂറിസ്റ്റുകളും ഒക്കെ വരുന്നത് കൊണ്ടാണ് നമുക്ക് നല്ല വരുമാനം ഈ മേഖലയിൽ ഉണ്ടാകുന്നത്. പ്രദേശത്തെ ജനങ്ങളുടെ നല്ല സഹായം ഉണ്ടാകണം, കച്ചവടക്കാരായിട്ടുള്ള ആളുകളുടെ നല്ല സഹായം ഉണ്ടാകണം. എല്ലാവരും കൂടെ കൂട്ടായി പ്രവർത്തനം സംഘടിപ്പിച്ചാലാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന കേന്ദ്രമാക്കി നമ്മുടെ ബീച്ചിനെ മാറ്റാൻ കഴിയുന്നത്.